ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് 2025 ഏപ്രിൽ 8 സ്റ്റിൻച്ലെസ് ബി ഹണി, അതായത് ചെറുതേൻ. നമ്മുടെ വീട്ടിലുള്ള പെട്ടികൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എങ്ങനെ എടുത്ത് അത് സംസ്കരിച്ച് കുപ്പികളിലാക്കി സൂക്ഷിച്ച് വെക്കാം എന്നുള്ള ഒരു പൂർണ്ണ വീഡിയോയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ആദ്യമായി പെട്ടികൾ നമ്മൾ കെട്ടി തൂക്കിയിട്ടിരിക്കുകയായിരിക്കും. അത് താഴേക്കെടുത്ത് ഇതിൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ടുള്ള ബീകളെ ഒരു കുപ്പിയിലേക്ക് മാറ്റുന്ന പ്രോസസ്സാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതായത് ഇതിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ മുഖത്തേക്ക് ഒരു ചെറിയ പ്ലാസ്റ്റിക് കുപ്പി അടപ്പൂരി കയറ്റി വെച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവറോ മറ്റെന്തെങ്കിലും ചെറിയ ആയുധങ്ങൾ കൊണ്ട് ശബ്ദമുണ്ടാക്കിയാൽ ഇതിൻ്റെ അകത്തെ സെക്യൂരിറ്റികൾ ആയിട്ടുള്ള തേനീച്ചകളെല്ലാം ആ കുപ്പിയിലേക്ക് കയറുന്നതാണ്. ഏതാനും നിമിഷം അങ്ങനെ തട്ടിയതിന് ശേഷം ആ കുപ്പി അടച്ച് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. എൻ്റെ പെട്ടിയുടെ ലിഡിൻ്റെ അടിയിലായിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഡെവലപ്മെൻറ്റ്സ് കാണാൻ സാധിക്കുന്നതാണ്. ഏത് സമയത്തും ആ ലിഡ് അങ്ങ് ഫ്രീ ആയിട്ട് പൊക്കിയെടുക്കാം. അത് കഴിഞ്ഞ് ഇത് അവർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്, അത് നമ്മൾ പൊളിക്കണം. ഈ സമയത്ത് ഈച്ചകളെല്ലാം വെളിയിലേക്ക് ചാടും. അപ്പോൾ നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ ചെവിയിലും മൂക്കിലും ഒക്കെ ഇവർ കടിച്ചില്ലെങ്കിലും കയറും. ഇത് നിറച്ചും തേനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് ഇവർ കയറാതിരിക്കാൻ വേണ്ടി നമുക്കൊരു സേഫ്റ്റി ഗാർഡ് ഇടാവുന്നതാണ്. അങ്ങനെ നമ്മൾ ശേഖരിച്ച് വെച്ച ഹണി ഒരു ചെറിയ സ്പൂൺ കൊണ്ട് വൃത്തിയായി ഉണങ്ങിയ ഒരു സ്റ്റീൽ ചരുവത്തിലേക്ക് ഇട്ടു. അങ്ങനെ ഈ പെട്ടിക്കുള്ളിൽ തേനെല്ലാം നമ്മൾ എടുത്തതിന് ശേഷം ആ കവറ് തിരിച്ച് നേരത്തെ ഇരുന്ന അതേ പൊസിഷനിൽ തന്നെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ സീൽഡായി. വെളിയിൽ നിന്നുള്ള യാതൊരു ഉപദ്രവവും ഈ പെട്ടിക്ക് ഉണ്ടാകുന്നതല്ല. അതിൻ്റെ അടപ്പും എടുത്ത് വെച്ച് തിരിച്ച് അതിൻ്റെ കെട്ടി തൂക്കാനുള്ള വള്ളിയും കെട്ടിക്കഴിഞ്ഞാൽ തിരികെ ഇത് ഇരുന്ന പൊസിഷനിൽ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. തേനെടുക്കാൻ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ, ആവശ്യമെങ്കിൽ ഒരു കത്തി, പിന്നെ സ്പൂണ്. ഇത് കെട്ടി മുകളിൽ തൂക്കിയതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന ആ തേനീച്ചകളെ ഇതിൻ്റെ മുകളിലേക്ക് തിരിച്ച് ഇട്ടാൽ അവ അത് പെട്ടെന്ന് തന്നെ ഉള്ളിൽ കയറും. അതേ ലൊക്കേഷനിൽ തന്നെ കെട്ടിയിടണം. തേനീച്ചകൾ അവരുടെ റൂട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അവിടെ തന്നെ എത്തിക്കോളൂ. ഇനി മറ്റൊരു പെട്ടി ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിന് 2 അറകളുണ്ട്. നേരത്തെ എടുത്ത പെട്ടിക്ക് ഒരറയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനൊരു പ്രത്യേകതയുള്ളത്, താഴത്തെ അറയിൽ നിന്നും മുകളിലത്തെ അറയിലേക്ക് വരാനായിട്ടൊരു സുഷിരമുണ്ട്. അപ്പോൾ ഈച്ചകൾ താഴത്തെ ബോക്സിൽ നിന്നും തേന് മുകളിലത്തെ അറയിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കും. താഴെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പൂമ്പൊടിയും പിന്നെ മുട്ടയും ഒക്കെ അവർ സൂക്ഷിക്കും. മുട്ടയുടെ കൂടെയും തേൻ സൂക്ഷിക്കാറുണ്ട്. 2 അറകളിലും തേൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇതിൻ്റെ പൂമ്പൊടി നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മൾ ആ തേന് മാത്രമേ എടുക്കുകയുള്ളൂ. മുട്ട അനങ്ങാതെ അതിനുള്ളിൽ തന്നെ ഇരുന്നോളും. മുട്ട അധികമുണ്ടെങ്കിൽ നമുക്ക് ഈ തേനീച്ച ഈ സമയത്ത് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻ്റെ പെട്ടിക്കുള്ളിൽ മുട്ടകൾ കുറവായതിനാൽ ഈ തവണ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ അടുത്ത വർഷം ഡിവൈഡ് ചെയ്യാനാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ഇവനെ ഡിവൈഡ് ചെയ്തിരുന്നു. രണ്ടാമത്തെ പെട്ടി
സുരക്ഷിതമായിട്ട് ഞാൻ അടച്ചു. തുറന്ന അടപ്പുകൾ അതേ രീതിയിൽ തന്നെ അടയ്ക്കണം. അതിൻ്റെ മുകളിലത്തെ ഭാഗവും കറക്റ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിക്കോളും. പിന്നെ തൽക്കാലത്തേക്ക് ഇതിനെ ഒന്ന് ഒരു ടേപ്പ് ഉപയോഗിച്ച് ബാൻഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഉറുമ്പുകളോ മറ്റോ കയറി ഇവരെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഉപദ്രവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കെട്ടിത്തൂക്കുന്ന വള്ളിയിൽ അല്പം ഓയിൽ പുരട്ടി തുണി വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ശേഖരിച്ച തേന് വെയിലത്ത് വെക്കുക. നല്ല സൂര്യപ്രകാശം ഉള്ളപ്പോൾ ഒരു 3 മണിക്കൂർ വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ഈ തേനെല്ലാം ഉരുകി നല്ല രീതിയിൽ പാത്രത്തിൽ ഇരിക്കും. നമുക്ക് അത് ഇതിൻ്റെ അരക്ക് എല്ലാം പിഴിഞ്ഞ് എടുത്തിട്ട് അത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഈ തേനുകൾ നല്ലപോലെ ഉരുകിയ തേനുകൾ വാലി ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്ത് കുപ്പികളിലാക്കാൻ സാധിക്കും. നല്ലപോലെ സൂര്യപ്രകാശത്തിൽ ചൂടാക്കി വെള്ളമയമെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതേൻ സൂക്ഷിച്ചാൽ വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കുന്നതാണ്. ചെറുതേൻ ഒരു ഔഷധ ഗുണമുള്ള, ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു തേനാണിത്. ഞാനിത് എടുത്ത കുപ്പികളിലാക്കിയതിന് ശേഷം അതിൻ്റെ അടപ്പ് ടൈറ്റ് ചെയ്ത് സാധാരണഗതിയിൽ സീല് ചെയ്ത് ഡേറ്റും എഴുതി നമ്മുടെ വീടുകളിൽ സൂക്ഷിച്ച് വയ്ക്കാറാണ് ചെയ്യുന്നത്. ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കുക, ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഏത് വർഷം ഉൽപ്പാദിപ്പിച്ച തേനാണെന്ന് കൃത്യമായിട്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പൂഞ്ഞാർ കുര്യൻ. തേൻ സാധാരണ രാവിലെയാണ് എടുക്കാറുള്ളത്. അതേ സ്ഥലത്ത് തന്നെ തേനീച്ച തിരിച്ച് കെട്ടിയിടണം. ശേഖരിക്കാൻ പോയിരിക്കുന്ന ഈച്ചകൾ തിരിച്ച് അതേ കൂട്ടിൽ എത്തുവാൻ വേണ്ടിയാണിത് ഇങ്ങനെ ചെയ്യുന്നത്. തേനീച്ച ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ തേനീച്ച കൂട് അവിടെ നിന്ന് മാറ്റുകയും ഡിവൈഡ് ചെയ്ത കൂട് ആ സ്ഥാനത്ത് കെട്ടിത്തൂക്കുകയും ചെയ്താൽ മതി.